എടവനക്കാട് HIHS സ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ 25ാമത് വാർഷികവും സ്കൂൾ മാനേജ്മെന്റ് ഇർഷാദുൽ മുസ്ലിമീൻ സഭയുടെ 75ാമത് വാർഷികവും വർണ്ണാഭമായ പരിപാടികളോടെ ആഘോഷിച്ചു. സാംസ്കാരിക സമ്മേളനത്തിൽ സ്കൂളിന്റെ വാർഷിക പരിപാടികൾ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസും സഭാ വാർഷിക പരിപാടികൾ അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ MPയും നിർവഹിച്ചു. ഉമ്മാന്റെ വീട് എടവനക്കാടാണ്. ചെറുപ്പത്തിൽ ഒട്ടുമിക്ക കല്യാണങ്ങൾ ഇവിടെയാണ് നടക്കുന്നത്. അപ്പോൾ ഈ കല്യാണങ്ങൾക്ക് ഇവിടെ വരുന്നത് ആണ് പെട്ടെന്ന് ഓർത്തുപോയത്. ഇവിടെ സ്കൂളിൻ്റെ ചരിത്രത്തെ പറ്റി പറഞ്ഞപ്പോൾ 1986 ഇതിൻ്റെ ഭാരവാഹി മൊയ്തീൻ ഹാജിയെ കുറിച്ച് പറഞ്ഞതാണ് എൻ്റെ ഉമ്മയുടെ വാപ്പ. ഈ സ്കൂളിനെ കുറിച്ചും അവധിക്കാലം ചെലവഴിക്കുന്ന എടവനക്കാടിനെ കുറിച്ചുമൊക്കെ തന്നെ ഇപ്പോഴും ഹൃദയത്തിൽ പതിഞ്ഞ ഓർമ്മകളുണ്ട്. ഒട്ടേറെ പ്രത്യേകതകൾ നിറഞ്ഞ ഈ പ്രദേശത്തിൻ്റെ നല്ലവരായ മനുഷ്യരാണ്. മാനവിക ഐക്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണ്. ആ നിലയിൽ ഈ സ്കൂളിന് ഏറെ മുന്നോട്ട് പോകും, നല്ല നിലയിൽ മുന്നോട്ട് പോകും ഞാൻ പ്രത്യാശിക്കുന്നു. എടവനക്കാടിൻ്റെയും വൈപ്പിൻ നിയോജക മണ്ഡലത്തിൻ്റെയും വികസനവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താറുണ്ട്. ശ്രീ ഹാരിസ് ബീരാനും ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. 2 മാസം മുമ്പാണ് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കൊപ്പം ദേശീയപാതയുമായി ബന്ധപ്പെട്ട് ശ്രീ നിതിൻ ഗഡ്കരിയുമായി ചർച്ച ചെയ്തത്. ആ ചർച്ചയുടെ ഭാഗമായി ഫോർട്ട് വൈപ്പിൻ മത്സ്യഫെഡ് ടൂറിസ്റ്റ് ഓഫീസ് റോഡ് എന്ന ആശയം മുന്നോട്ട് വന്നിരുന്നു. അതിനെ നാഷണൽ ഹൈവേ ആക്കുന്നതിനുള്ള DPR തയ്യാറാക്കാനുള്ള ഉത്തരവ് വന്നു എന്നുള്ള സന്തോഷ വിവരം പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ബഹുമാനപ്പെട്ട MPയോട് ഞാനത് സംസാരിച്ചിട്ടുണ്ട്. അതിൻ്റെ മറ്റു കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചെയ്യേണ്ടതുണ്ട്. ഈ അടുത്ത ദിവസമാണ് വൈപ്പിൻ ടൂറിസം കോറിഡോറിന് വേണ്ടി 2,98,00,000 രൂപ അനുവദിച്ചത് എന്നുള്ള വിവരവും പ്രത്യേകം ഇവിടെ ചൂണ്ടിക്കാട്ടുകയാണ്. നമ്മുടെ മുനമ്പം പാലം നാടിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. നമ്മളൊക്കെ അവധിക്കാലത്ത് വരുമ്പോൾ പല ഫെറികളും കിടന്നാണ് വരിക. ദീർഘസമയമാണ് കാത്തു നിൽക്കുക. അങ്ങനെ കാത്തു നിൽക്കുന്ന ഒരു ഭാഗമാണ്. എത്രയോ കാലമായി പാലം എന്നുള്ള ആഗ്രഹം വരുന്നതാണ്. 160 കോടി ആ പാലം നിർമ്മാണത്തിന് വേണ്ടി LDF സർക്കാർ അനുവദിക്കുകയും അപ്പം അതിൻ്റെ പ്രവൃത്തി ഏറെക്കുറെ 50% പൂർത്തീകരിച്ച വിവരവും നിങ്ങളുടെ പങ്കുവെക്കുകയാണ്. അധികം വൈകാതെ തന്നെ ആ പാലത്തിൻ്റെ പ്രവൃത്തി നമുക്ക് പൂർത്തീകരിക്കണം. ഈ എടവനക്കാട് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ഒട്ടേറെ വികസന പ്രശ്നങ്ങൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പലരും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ജനപ്രതിനിധികൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. പല വകുപ്പുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അവയൊക്കെ തന്നെ ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാരുടെ ശ്രദ്ധയിൽപ്പെടുത്താനും പരിഹരിക്കാനുള്ള ഇടപെടൽ നടത്താനുമുള്ള എല്ലാ ശ്രമവും നടത്തും എന്നുള്ളത് പ്രത്യേകം നിങ്ങളെ അറിയിക്കുകയാണ്. ചടങ്ങിൽ സഭയുടെ മുതിർന്ന അംഗവും സാമൂഹ്യ പ്രവർത്തകനുമായ VK ബീരാവുണ്ണിയെ ഹൈബി ഈഡൻ MP ആദരിച്ചു. പ്രമുഖ വാഗ്മിയായ ഓണംപിള്ളി മുഹമ്മദ് ഫൈസി മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് അസീന അബ്ദുൽ സലാം, ബിസ്നി പ്രതീഷ് കുമാർ, പ്രിൻസിപ്പാൾ VU നജിയ, ഹെഡ്മിസ്ട്രസ് നോബി, T മുഹമ്മദ് സിറാജുദ്ദീൻ, മുല്ലക്കര സക്രിയ, VA അബ്ദുൽ ഗഫൂർ, VA അബ്ദുൾ റസാഖ്, PK അബ്ദുൾ റസാഖ് എന്നിവർ പ്രസംഗിച്ചു.